തൃശ്ശൂരിലെ കുതിരാൻ മലയുടെ അടുത്താണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ കുതിരാൻ കാണാൻ വേണ്ടി വന്നതാണ്. തുരങ്കം കാണാം, അതേപോലെ തന്നെ ആ മലയുടെ ഭാഗങ്ങളൊക്കെ കാണാം. ഇപ്പം മഴ പെയ്തിരിക്കുന്ന സമയമായ കാരണം ഒരുപാട് കോടമഞ്ഞൊക്കെ അവിടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ഭാഗത്തൊക്കെ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ അവിടുന്ന് അങ്ങനെ വന്നിട്ട് അവിടെയൊക്കെ മഞ്ഞുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങനെ ആ വെള്ള കളറിൽ കാണുന്നതൊക്കെ മഞ്ഞുകളാണ്. നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട്. ഇതാണ് NH 544 തോന്നുന്നു, നാഷണൽ ഹൈവേ. ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ കുതിരാൻ തുരങ്കം കാണാം. അപ്പോൾ നമ്മൾ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുതിരാൻ തുരങ്കത്തിൽ കൂടെ അല്ല, കുതിരാൻ തുരങ്കത്തിന് സമാനമായിട്ട് പണ്ട് ഒരു പാത ഉണ്ടായിരുന്നു. ആ പാതയിലൂടെയാണ് പോകാൻ നോക്കുന്നത്. ഇനി ബ്ലോക്ക് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ആ വഴി കൂടെ പോകുന്നത്. എന്തായാലും ആ വഴി കൂടെ ഒന്ന് പോയി നോക്കാം. അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്, സുബ്രഹ്മണ്യൻ്റെയോ അയ്യപ്പസ്വാമിയുടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടേക്ക് തീർത്ഥാടകർ പോകുന്നുണ്ട് എന്ന് ഞാൻ കേട്ടു. എന്തായാലും പോയി നോക്കാം, നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നോക്കൂ, അവിടെ ഒക്കെ കോടമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഏകദേശം നമ്മൾ മൂന്നാറിലൊക്കെ എത്തിയൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കാണുന്ന ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഈ കുതിരാനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല, തൃശ്ശൂർക്കാരനാണെങ്കിൽ പോലും. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവിടെ ഒക്കെ നല്ല രീതിയിൽ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ സ്ക്രീനിൽ കാണില്ല, കാരണം വെളിച്ചം അവിടെ നിന്നായി കാരണം സ്ക്രീനിൽ കറുത്തിട്ടാണ് കാണാം, ഇരുണ്ട കളറായിരിക്കും. കോടമഞ്ഞ് ഇങ്ങനെ പറന്നു പോകുന്നു. ഈ വശത്ത് കാണാൻ പറ്റും, പക്ഷെ വണ്ടികൾ പോകുന്ന കാരണം പറ്റില്ല. അവിടെയൊക്കെ നല്ല രീതിയിൽ കോടമഞ്ഞുണ്ട്. ഒരു മൂന്നാറിലത്തെ ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. ഇതാണ് നമ്മുടെ കുതിരാൻ തുരങ്കം. വളരെ പ്രശസ്തമായതാണ്, കാരണം കുറേ കാലമായിട്ട് പണി തുടങ്ങിയിട്ട് കുറേ കാലം കുറേ പ്രശ്നങ്ങളൊക്കെ കാരണം ഇത് അടച്ചിടുകയൊക്കെ ഉണ്ടായി. അതിന് ശേഷം തുറന്നതാണ്. എന്താ പറയുക, തൃശ്ശൂർ ജില്ലയുടെ ഒരു അഭിമാനകരമായ ഒരു സാധനം തന്നെയാണ് ഈ കുതിരാൻ തുരങ്കം എന്ന് പറയുന്നത്. തൊട്ട് മുകളിൽ നോക്കിയാൽ കോട വീണിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു രസമുണ്ടല്ലേ. തുരങ്കത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പണി നടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി മാറ്റി വിടണമൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒറ്റ തുരങ്കത്തിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിടുന്ന പരിപാടിയുണ്ട്. പണ്ടൊക്കെ ഒരു തുരങ്കത്തിൽ കൂടെ അങ്ങോട്ടും മറ്റേ തുരങ്കത്തിൽ കൂടെ ഇങ്ങോട്ടും ആയിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവം വെച്ചാൽ ഒരു തുരങ്കത്തിൽ പാറ പൊട്ടി വീഴുക, അല്ലെങ്കിൽ അതിൻ്റെ സീലിംഗ് അടർന്ന് വീഴുക, അങ്ങനെ എന്തോ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ പണികൾ നടക്കുന്നുണ്ട്. ആ തുരങ്കം അവിടെ വണ്ടികൾ കടത്തി വിടുന്നില്ല. ഈ തുരങ്കത്തിൽ നിന്നാണ് അങ്ങോട്ട് പോകുന്ന വണ്ടികളെല്ലാം പോകുന്നത്. ഈ തുരങ്കത്തിൻ്റെ പേരും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കുറേ എന്താ പറയുക, രാഷ്ട്രീയക്കാർ കുറേ കോലുകൾക്ക് സൃഷ്ടിച്ചാണ്. വേറെ ഒന്നല്ല, ഇതിൻ്റെ പണി തീരുന്നില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പണി വൈകിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ തുരങ്കം വന്നത് കുറച്ച് കാലം മുന്നെയാണ്. അപ്പോൾ തുരങ്കം ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു, വെറുതെ തുരങ്കം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ചുമ്മാ അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, വെറുതെ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ ബൈക്കൊക്കെ ഓടിച്ച് യാത്ര ചെയ്യണേ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൂടെ. ഇനിയിപ്പോൾ നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറത്തേക്ക് പോകും. അപ്പുറത്തേക്ക് പോയിട്ട് വേണം ആ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത് പഴയ റോട്ടിലാണ്, അപ്പോൾ അങ്ങോട്ടൊന്ന് പോവാം. അങ്ങനെ കുതിരാൻ തുരങ്കത്തിലൂടെ ഞാൻ ഇപ്പുറം ഭാഗത്തേക്ക് വന്നു. ഇവിടെ എന്താ പറയുക, നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിരാൻ തുരങ്കത്തിലേക്കുള്ള ഒരു പാത തുടങ്ങുന്നത്. ആ ഭാഗത്തു നിന്ന് അവിടുന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് നേരെ പുതിയ റോഡ്, ഇതാണ് പഴയ റോഡ്. ആ പഴയ റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ടാറിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇത് അവിടെ നമുക്ക് കാണാം, ഒരു ബോർഡ് കാണാം. ഇത് ഇവിടുത്തെ പണ്ടത്തെ ഒരു ബോർഡായിരുന്നു. അങ്ങനെ ഞാൻ കുതിരാൻ പഴയ റോഡിലേക്ക് കൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാഷണൽ ഹൈവേയുടെ ഭാഗമായിരുന്നു, 544 ഭാഗമായിരുന്നു. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കോടമഞ്ഞൊക്കെ വരുന്നത് കാണാം കേട്ടോ. ഞാൻ ആദ്യം തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കണ്ടത് കുറേ കുരങ്ങുകളെ കണ്ടു. കുരങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ റോഡൊക്കെ വിജനമായിരിക്കുകയാണ്. അധികം ആൾക്കാരൊന്നും വരുന്നില്ല. എന്ത് പറയാനാ, പണ്ടൊക്കെ തിക്കും തിരക്കുണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടേക്ക് ആരും അധികം അങ്ങനെ വരുന്നില്ല. ഇവിടെയൊക്കെ ശരിക്കും കോടമഞ്ഞ് കൂടിയിട്ടല്ലോ. നല്ല അടിപൊളി റൂട്ട്. കോടമഞ്ഞ് ഇറങ്ങി വരുന്നു. പണ്ട് കാലത്തൊക്കെ, അതായത് 2016 എന്താ പറയാ, ഇവിടെ നല്ല തിരക്കായിരുന്നു. 2021 ആനകൾ സഞ്ചാര മേഖല ആനകൾ തന്നെ ഇവിടെ
കോടമഞ്ഞ വന്നിരിക്കുന്നു. ഇതാണ് കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഞാൻ അവിടെ ആന ഇറങ്ങുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും ഉണ്ട്. അത് കണ്ടപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയായിപ്പോയി. ഇവിടെ ആന ഇറങ്ങുന്ന വല്ല സ്ഥലമാണോ? ശരിക്കും കാട്ടുപ്രദേശം, അതേപോലെ തന്നെ മല, എന്താ പറയുക, വാലടി നിൽക്കുന്നുണ്ടല്ലോ, കാട്ടുപ്രദേശം, മല, കോടമഞ്ഞ്, ഇതൊക്കെ ഇവിടെ ഉണ്ട്. ഇനി ആനയും കൂടി ഇല്ലാത്തുള്ളൂ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ആനകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് കുതിരാൻ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ കിരാതമൂർത്തി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അവിടെ ആ ഒരു വലിയ മരത്തിൻ്റെ താഴെ തോന്നുന്ന ആ മൂർത്തിയുടെ ഒരു ഇത് ഉള്ളത്. പിന്നെ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാൻ. എന്തായാലും എന്താ പറയുക, മീനൊന്നും കൂടിയിട്ടില്ല, എന്നാലും പോകണ്ട. അത് വനവകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കുതിരാൻ തുരങ്കം പണി തുടങ്ങിയത് 2016 2016 തുടങ്ങി 2021 ഡിസംബറിലാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുക്കുന്നത്. അതിനു മുമ്പേ തന്നെ തുറന്നു കൊടുത്തിട്ടുണ്ട്. 2019 ഒരു തുരങ്കം ജനങ്ങൾക്കായിട്ട് തുറന്നു കൊടുത്തിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഈ പാതയിൽ കുതിരാൻ പാലത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്ന സമയത്ത് ഒരു തുരങ്കം താൽക്കാലികമായിട്ട് തുറന്നു കൊടുക്കുന്നുണ്ടായിരുന്നു ജനങ്ങൾക്ക്. ശരിക്കും ഈ കുതിരാൻ തുരങ്കം ഉണ്ടാക്കുന്നതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഈ കുതിരാൻ തുരങ്കം ഉണ്ടാക്കിയത് കൊണ്ട് നമ്മുടെ നാടിനുണ്ടായ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 കിലോമീറ്റർ നമ്മൾ ലാഭിച്ചു എന്ന് വേണം പറയാൻ. 3 കിലോമീറ്റർ ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പൈസ മുടക്കിയിട്ട് ഇങ്ങനൊരു തുരങ്കം ഉണ്ടാക്കണോ എന്നുള്ളത് ഒരു കാര്യമാണ്. പക്ഷെ അതിൻ്റെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത്, അതായത് ഈ കുതിരാൻ മല, ഈ ഒരു റോഡ് എന്ന് പറയുന്നത് പാലക്കാട് തൃശ്ശൂരിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനമായിട്ടുള്ള റോഡാണ്. ദേശീയപാത 544 ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഹൈവേയും കൂടിയാണ് ഇത്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയിൽ കൂടെയാണ് ഈ ഹൈവേ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാരമേറിയ ചരക്ക് വാഹനങ്ങൾ കയറ്റി വരുമ്പോൾ അവർ പതുക്കെയാണ് പോവുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നാലെ വരുന്ന മറ്റ് വാഹനങ്ങൾ, ചെറിയ കാറുകളായാലും ബൈക്കുകളായാലും അവിടെ ബ്ലോക്കായിട്ട് നിൽക്കും. അപ്പോൾ വളരെ വലിയ രീതിയിൽ ഗതാഗത കുരുക്ക് ഒരുപാടുണ്ടായിരിക്കും. ഇവിടെ ഫുള്ള് ട്രാഫിക് ബ്ലോക്കായിരിക്കും. അപ്പോൾ ആ ഒരു ബ്ലോക്ക് മാറ്റാൻ എന്താണ് വഴി എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് ഈ കുതിരാൻ മല, അത് ഒരു തുരങ്കം ഉണ്ടാക്കാം എന്നുള്ളൊരു പദ്ധതിയൊക്കെ വരുന്നത്. അങ്ങനെയാണ് ഇവിടെ കുതിരാൻ തുരങ്കം വരുന്നത്. അത് 2 ട്യൂബ് പോലെയാണ് ഈ ഒരു തുരങ്കം. നായ ഓടിയുണ്ട് കേട്ടോ. എന്താ മക്കളെ, വേണ്ട എൻ്റെ അടുത്തേക്കൊന്നും വരണ്ട, വേണ്ട. എന്താ അവിടേക്ക് അവിടെ നിന്ന് ചെല്ല്. എനിക്ക് പേടിയാ, വേണ്ട. വാലാട്ടിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് ഒരു ജീവികൾ മനുഷ്യരോടെ ഇണങ്ങി വരുന്നത്, ഒരു പരിചയമില്ലാത്ത എൻ്റെ അടുത്ത്. അങ്ങനെ ആ ഒരു പദ്ധതിയിൽ കൊണ്ടുവന്നാണ് ഈ കുതിരാൻ തുരങ്കം എന്ന് പറഞ്ഞത്. ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ട്യൂബ് പോലെയാണ് കുതിരാൻ തുരങ്കം ഉള്ളത്. ഏകദേശം 920 മീറ്ററാണ് അതിൻ്റെ ദൂരം വരുന്നത്. 920 മീറ്റർ എന്ന് പറയുമ്പോൾ തുരങ്കത്തിൻ്റെ മാത്രമാണ്. അതിൻ്റെ കവാടം കൂടി ചേർക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 1 കിലോമീറ്ററിന് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 2016 പണി തുടങ്ങിയത്. 2021 അത് തുറന്നു കൊടുക്കുന്നത്. 2 പാതയും കൂടി കൂട്ടിയിട്ട് നാട്ടുകാർക്കിട്ട് തുറന്നു കൊടുക്കുന്നത് 2021. 2019 തന്നെ ഒരു പാത തുറന്നു കൊടുത്തിരുന്നു. അന്നൊക്കെ വളരെയധികം എന്താ പറയുക തിരക്കുള്ളൊരു സ്ഥലമായിരുന്നു ഈ കുതിരാൻ മല, ഈ കുതിരാൻ അമ്പലം, അതൊക്കെ. പക്ഷേ ഇന്നിവിടെ ഇപ്പോൾ ആരുമില്ല കേട്ടോ. എല്ലാ ആൾക്കാരും ആ തുരങ്കം വഴി പോകുന്ന കാരണം ഇതിവിടെ അധികം ആൾക്കാരൊന്നും വരാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമ്പലത്തേക്ക് വരുന്ന കുറച്ച് ആൾക്കാർ മാത്രമാണ് വരുന്നത്. നല്ല ഭംഗിയിലൊക്കെ ഉണ്ട് അമ്പലം പണിത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇവിടെ ആനയുള്ള ഒരു ബോർഡ് കണ്ടപ്പോൾ എൻ്റെ പകുതി കിളി പോയി. ഞാൻ ആന ഉണ്ടാവും എന്നുള്ള ബോർഡ് പ്രതീക്ഷിച്ചൊന്നുമില്ല, ആനേനെ പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല, ഇതേപോലെ കോടമഞ്ഞ് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. കോടമഞ്ഞിനെ ഇറങ്ങി വരികയാണ്. ഇത്രയും നല്ല സ്ഥലം തൃശ്ശൂരുണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പോകുന്ന ഈ വഴിയിൽ എന്താ പറയുക, കറണ്ടിൻ്റെ കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, ആനകൾ കയറാതിരിക്കണം തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു കാര്യം പറയാലോ, ലവേഴ്സിന് വരാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇത്. ഇവിടെ തിരക്കില്ലാത്ത കാരണം ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ട്. പിന്നെ കോടമഞ്ഞൊക്കെ ഉണ്ട്, വൈബാക്കാം. ഞാൻ പകുതി ദൂരം വന്നപ്പോൾ കണ്ട കാഴ്ചയാണ്. ആ ഒരു അമ്പലം കഴിഞ്ഞ് കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും റോഡൊക്കെ ഇവിടുന്ന് പൊളിച്ച് കളഞ്ഞിരിക്കണു. വേറെ ഒന്നല്ലേ, ആൾക്കാരിന് ഇങ്ങോട്ട് വരരുത് എന്ന് വെച്ചിട്ടായിരിക്കണം. ആ ഒരു പഴയ റോഡ് അവർ കീറി പൊളിച്ച് കളഞ്ഞു. എന്തിട്ട് മനുഷ്യരല്ലേ. ആ പഴയ റോഡ് ഇങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ച് വാഹനങ്ങൾക്ക് ഇതിങ്ങനെ പോയാൽ വീണ്ടും ആ ഒരു തടസ്സം നീങ്ങാം.
ഈ ഒരു തുരങ്കം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് 200 കോടി രൂപ ചിലവായി എന്നൊക്കെയാണ് ഗൂഗിളിൽ കാണിക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കട്ടോ. ഈ ഒരു ഏരിയ നോക്ക് നല്ല ഭംഗിയുണ്ടല്ലോ. കോടമഞ്ഞ് ഇറങ്ങി വരികയാണ്. ഇനി കാട്ടാനകളൊക്കെ ഇനി വരുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവിടുന്ന് പോവാം. കുറച്ച് നേരം ഇപ്പോൾ വന്നിട്ട് എന്തായാലും കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ. നല്ല വൈബാണേ. ഞാൻ അവിടെ നേരത്തെ കണ്ട ആ ഒരു പട്ടിക്കുട്ടിയാണ്. പട്ടിക്കുട്ടിയല്ല, കുറച്ച് വലിയ പട്ടിയാണ്. എൻ്റെ അടുത്ത് നടന്നു വരുന്നു കേട്ടോ. വാലാട്ടിട്ടൊക്കെ നടന്നു വരുന്നത്. അവന് എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. എന്താ അറിയില്ല. ഇവിടെ വന്ന ആൾക്കാരെല്ലാവരും കൂടിയിട്ട് അവന് എന്തൊക്കെയോ തിന്നാൻ കൊടുക്കാറുണ്ടെന്ന് തോന്നുന്നു. അത് തന്നെയാണ്. ഞാൻ വണ്ടിയിട്ട് വന്നപ്പോഴേക്കും അവൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരണേ. എന്തെങ്കിലും മിണ്ടി കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും. അല്ലടാ, അതാ വരുന്നത് എൻ്റെ അടുത്തേക്ക്. അപ്പുറത്ത് കോടമഞ്ഞ് ഇറങ്ങി വരുന്ന നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവൻ്റെ കുട്ടിയാന്ന് തോന്നുന്നു വരുന്നത്. ചാടി കളിച്ച് എന്തോ ഷെറിലെ ചാടി കളിക്കണ. കമാൺ കമാൺ. എൻ്റെ പേര് നിൻ്റെ എന്താണ്? എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. സത്യം എഴുതാം. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിച്ചു തന്നേനെ. എത്ര പെട്ടെന്നല്ലേ ഓരോ ആൾക്കാരുടെ അടുത്ത് കമ്പനി ആവുന്നത്. ശരിക്കും നന്നായി വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു സംഭവം കണ്ടിട്ട്. സാരില്ലടാ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. ഓക്കെ, മഴകളുണ്ടോ? കയറുന്നോളൂ. മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഞ്ഞുകളൊക്കെ നല്ല രീതിയിൽ കോടമഞ്ഞൊക്കെ ഇറങ്ങി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല വെളുത്ത രീതിയിൽ കാണുന്നില്ലേ? ഞാൻ മൂന്നാറിൽ മാത്രം കേട്ടോ ഇങ്ങനെ ഒരു എന്താ പറയുക ആംബിയൻസ് ഒക്കെ കണ്ടിട്ടുള്ളൂ, കാലാവസ്ഥ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പിന്നെ കാണാൻ പറ്റിയ നമ്മുടെ വാഴാനി അല്ലെങ്കിൽ പീച്ചി, ചിമ്മിനി ഡാം അവിടേക്കൊക്കെ പോയാലേ കാണാൻ പറ്റുള്ളൂ. ഈ അമ്പലത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഏകദേശം നമ്മുടെ തമിഴ്നാട്ടിലെ അമ്പലങ്ങളുടെ ഒരു സ്ട്രക്ചർ പോലെയാണ് ഇവിടെയൊക്കെ പണിത് വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, പാലക്കാട് നിന്ന് ചരക്ക് ലോറികൾ, തമിഴ്നാട് കോയമ്പത്തൂർ ഭാഗത്തു നിന്ന് ചരക്ക് ലോറികൾ ഒരുപാട് ഇങ്ങോട്ട് വരുന്ന വഴിയാണിത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയിലേക്കൊക്കെ. അപ്പോൾ തമിഴന്മാർ കൂടുതൽ വന്നിട്ട് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അങ്ങനെ പണിതായിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് എന്തായാലും പണിത് വെച്ചിട്ടുണ്ട്. ഇത് മുരുകൻ്റെ വലിയൊരു പ്രതിഷ്ഠ അവിടെ ഇതാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്കൊന്ന് പോവാം. ഇപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ. ഇവിടെ കുറച്ച് ഭക്തന്മാർ മാത്രമാണ് വന്നിട്ട് ഇരിക്കുന്നത്. ഇവിടെ ഭണ്ഡാരമുണ്ട്. ഇതങ്ങനെ കയറിപ്പ് വിളപ്പാടി. അവിടെ പുലിയുടെ മീതി ഇരിക്കുന്ന ഭഗവാന്റെ, അയ്യപ്പ ഭഗവാന്റെ ഒരു വിഗ്രഹം പോലെ ചെറുതൊന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ മുകളിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു ശില. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇത് കുതിരയുടെ മീതിയാണോ പോകുന്നത്? കുതിരയുടെ മീതെ പോകുന്ന അയ്യപ്പസ്വാമി തന്നെയാണത്. അമ്പുണ്ട്, വില്ലുണ്ട്. അപ്പുറത്ത് പരമശിവൻ്റെ, അതിൻ്റെ അപ്പുറത്ത് പുലിയുടെ മീതെ നിൽക്കുന്ന അയ്യപ്പസ്വാമിയുടെ എന്ന് തോന്നുന്നു. ഒരു ശിലയും കൂടിയുണ്ട്. കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇതിൻ്റെ ഈ പാലത്തിൻ്റെ അടിയിൽ ഇവിടെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. ഇതിൻ്റെ ഡെയിലി ഷെഡ്യൂൾ. അത് അമ്പലത്തിലെ എന്താ പറയുക നിത്യപൂജയുടെ കാര്യങ്ങളൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ അതൊക്കെ മാഞ്ഞു പോയി തുടങ്ങി. എവിടെ എഴുതി വെച്ചിരിക്കുന്നു നോക്കി. എല്ലാ ദിവസവും രാവിലെ 11 മണിക്ക് പ്രസാദൂട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ പ്രസാദൂട്ടൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇങ്ങനെ ചീത്തയായി പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ അമ്പലത്തിൽ പ്രസാദൂട്ട് ഉണ്ടോ എന്നറിയില്ല കേട്ടോ. മിക്കവാറും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ ഇവിടെ. പണ്ട് കാലത്ത് അങ്ങനെ നല്ലൊരു റോഡ് ഉണ്ടാക്കിയ കാരണം ഇപ്പോൾ ഇവിടെ നല്ല റോഡായി എന്നൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഇവിടുത്തെ ഒരു പയ്യനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെയുള്ളൊരു പയ്യനെ കണ്ട് സംസാരിച്ചു. നല്ലൊരു പയ്യനായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഈ ഒരു കുതിരാൻമല എന്ന് പറയുന്നത്. വേറെ ഒന്നുമില്ല, പണ്ട് കാലത്ത് എല്ലാ ചരക്ക് വാഹനങ്ങളും ഇതേങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടികളൊക്കെ, വലിയ ലോറികളൊക്കെ ഇവിടെ നിന്ന് മറിഞ്ഞ് വീണിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. വളരെ വലിയൊരു കൊക്കയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് മറിഞ്ഞ് വീണിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് മരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ വണ്ടി ഇടിച്ചിട്ട് ട്രാഫിക് ബ്ലോക്കിൻ്റെ ഉള്ളിലൊക്കെ വണ്ടി ഇടിച്ച് അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ട്. മരണങ്ങൾ അങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അതേപോലെ തന്നെ വണ്ടികൾ ഇതേങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് മലയിൽ നിന്ന് മണ്ണിടിഞ്ഞ് വന്നിട്ട് അങ്ങനെയും കുറേ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. എന്താ പറയുക, ഇവിടെ പിന്നെ റോഡുകൾ വളരെ മോശം അവസ്ഥയിലായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞതിന് ശേഷമാണ് റോഡൊക്കെ ഇങ്ങനെ പണിത് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയത്. റോഡ് പണിയാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ വണ്ടികൾ അങ്ങനെ തിക്കും തിരക്കിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വടക്കഞ്ചേരി
പാലക്കാട് ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഏകദേശം 3 മണിക്കൂറോളം കുതിരാനിലെ ബ്ലോക്ക് കിട്ടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു 2016 മുതൽ 2021 വരെ. 2019 ആകുമ്പോൾ കുറച്ചും കൂടി ശമനം ഉണ്ടായി. അതായത് ഒരു ട്രാക്ക് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഇവർ. അതിന് മുന്നേ ഇവിടെ നല്ല രീതിയിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം കേട്ടോ, ഇവിടെ പിന്നെ നല്ല വിജനമായ സ്ഥലമാണ്, അധികം ആൾക്കാരൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വല്ല കപ്പിൾസിന് ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ വരാം. അതേപോലെ തന്നെ അത് മാത്രമല്ല, കമ്പനി അടിക്കുന്നവർക്കും വരണമെങ്കിൽ വരാം. നല്ല കൂൾ പ്ലേസാണ്, നല്ല സൈലൻ്റ് ആണ്. കോടമഞ്ഞുണ്ട്, 2 അടിക്കണമെങ്കിൽ അടിക്കാം എന്ന് വിചാരിക്കുന്നു. കോടൊക്കെ ഇങ്ങനെ പറന്നു വരുന്ന നോക്കും, എന്ത് നല്ല രസമല്ലേ. സമയം ഏകദേശം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇങ്ങനൊരു കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ എന്തായാലും ഞാനിനി ഇവിടുന്ന് പോവുകയാണ്. നേരം വൈകുന്നില്ല, ഇരുട്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇരുട്ടാവും. അപ്പോൾ നമ്മൾ പുറത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും പോവാം. ഞാനങ്ങനെ വീണ്ടും അമ്പലത്തിൻ്റെ ആ ഭാഗങ്ങൾക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അമ്പലത്തിലെ ലൈറ്റൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇവിടെ ജനങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ, ഭക്തരൊക്കെ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ കുറവാണെന്ന് മാത്രം, നല്ലൊരു തിക്കും തിരക്ക് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരാം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതം, ആനകളുടെ സഞ്ചാര മേഖല, ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക. കട 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 കട. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ച് പോകണം. എപ്പോൾ വേണമെങ്കിലും ആനകളെ കാണാം കേട്ടോ. ഒരു കാലത്ത് നല്ല തിക്കും തിരക്കുണ്ടായിരുന്ന ഒരു ഹൈവേ റോഡായിരുന്നു ഇത്, നാഷണൽ ഹൈവേ റോഡ്. ഇപ്പോൾ കിടക്കുന്നതുണ്ടോ, ഒരാൾ പോലും ഇല്ല. ഇതാണ് അവിടെ ആ തുരങ്കം വന്നതിൻ്റെ ഒരു പരിണിതഫലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല, ഇതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുറച്ച് കടകളുണ്ടായിരുന്നു. കടകളിൽ ഇപ്പോൾ തീരെ കച്ചവടങ്ങളൊന്നുമില്ല. ഈ നാട്ടുകാർ ചെറിയൊരു കച്ചവടങ്ങൾ മാത്രമല്ലോ. ഇവിടെ തിക്കും തിരക്കും വണ്ടികളൊക്കെ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്നുണ്ടായിരുന്ന കടകളായിരുന്നു അതൊക്കെ. അപ്പം അങ്ങനെ ആ ഒരു ഉപജീവന മാർഗം കൂടി മറ്റുള്ളവരുടെ പോയി എന്ന് വേണം പറയാം. പക്ഷേ ഇവിടെ എന്താ പറയുക, നമ്മുടെ പ്രകൃതിയെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടെ ഒരു കാട് നല്ല രീതിയിൽ തന്നെ കിട്ടി. അവിടെ ഒരു മല പൊളിച്ചിട്ടാണ് തുരന്നിട്ടാണ് അവർ തുരങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്, ശരിയാണ്. ഇവിടെ കാട് നല്ല രീതിയിൽ തിരിച്ചു കിട്ടി. കാടിൻ്റെ ഒരു ഭംഗി, പ്രകൃതി ഭംഗി അതൊക്കെ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കണം എന്നുള്ളവർ അപ്പോൾ പോന്നോളൂ. ഈ സംഭവം ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പുറത്തവിടെ നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കയറി നിന്നാണ്. ഈ തുരങ്കത്തിൽ കൂടെ ഇപ്പോൾ യാത്രകളൊന്നുമില്ല കേട്ടോ, അതൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. ഇത്രയും വലുതാണ് കേട്ടോ തുരങ്കം, ചെറുതൊന്നല്ല. ശരിക്കും ഈ തുരങ്കം എന്ന് പറയുന്നത് 6 വരിപ്പാതയാണ് കേട്ടോ. ഇവിടെ ഒരു വരിയിൽ 1, 2, 3 അങ്ങനെ ഒരേ സമയത്ത് 3 വാഹനങ്ങൾക്ക് കടന്നു പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ തന്നെ ഇതേപോലെ ഇത്രയും വലിയ വേറൊരു എന്താ പറയുക ഇരട്ടക്കുഴൽ തുരങ്കം വേറെ ഇല്ലയെന്ന് വേണം പറയാൻ. ആ ഒരു തുരങ്കം ഉണ്ടായിരിക്കും, ഒരു തുരങ്കത്തിൽ കൂടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടായിരിക്കും. പക്ഷേ ഇരട്ടക്കുഴൽ തുരങ്കം ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്, കേരളത്തിലാണ്. അതിൽ നമുക്ക് അഭിമാനിക്കാം. ഈ തുരങ്കം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ പറയാം, ഇതിൻ്റെ ഓപ്പണിങ് ഇവിടെ നിന്ന് തുരങ്കം തുറന്ന് വരും, അതേപോലെ അപ്പുറത്തെ സൈഡിൽ നിന്നും തുറന്ന് വരും. ഈ രണ്ടും കൂട്ടിമുട്ടാത്തൊരു സന്ദർഭം ഉണ്ടായി. അപ്പം അങ്ങനെയൊക്കെ കുറേ പണിയെടുത്തിട്ടാണ് ഇവർ ഈ തുരങ്കങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഭയങ്കര കോമഡി ആയിരുന്നു അത്. ചർച്ചകളിലൊക്കെ അന്ന് ഉണ്ടായിരുന്നു കേട്ടോ, തുരങ്കത്തിൻ്റെ ദിശ മാറിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെയാണെന്ന് തോന്നുന്നു ഇരട്ട തുരങ്കം, ഇരട്ടക്കുഴൽ തുരങ്കം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരാണുള്ളത്. അതും 6 വരിപ്പാത കേട്ടോ. ഒരു സൈഡിൽ 3 വണ്ടികൾക്ക് ഒരേ സമയം പോവാം, മറ്റേ സൈഡിൽ 3 വണ്ടികൾക്ക്, അങ്ങനെ 6 വണ്ടികൾക്ക് ഒരേ സമയം കടത്തി വിടാവുന്ന ഇരട്ടക്കുഴൽ തുരങ്കം ഇവിടെയാണുള്ളത്. നാഷണൽ ഹൈവേ 544.